കേട്ടിട്ടില്ലേ നിങ്ങൾ മുഹമ്മദുൽ അതബി തങ്ങൾ പറയുന്ന സംഭവം? ഒരു അഅറാബിയതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദറത്തിലേക്ക് ഓടി വരികയാണ്. മദീന മുനവ്വറയിലെ പച്ചക്കുബ്ബയുടെ ചുവടെ കിടക്കുന്ന ലോകത്തിന്റെ മുത്തിന്റെ ഉമ്മരിപ്പടിക്ക് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് ആവശ്യപ്പെടുകയാണ്, ഖയാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളുമഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലതമു. ലോകത്ത് ഭൂമിയിലും ആകാശങ്ങളിലും ഈ പ്രപഞ്ചത്തിൽ മുഴുക്കയും ഏറ്റവും മഹത്വമുള്ള മണ്ണിൽ കിടക്കുന്ന നബിയേ, ആകാശം ഭൂമിയോട് തർക്കിച്ചു, ഞാനാണ് നിനക്ക് നീല വെളിച്ചം പകരാൻ വേണ്ടി നിൽക്കുന്നത്, എന്നിൽ നിന്നാണ് നിനക്ക് മഴ നൽകുന്നത്, വെള്ളം തരുന്നത്. അതേ ലോകത്തിന്റെ നേതാവ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവബഹുലമായ യാത്ര നടത്തി പടച്ച തമ്പുരാന്റെ ഹദറത്തുൽ ഖുദ്സിലേക്ക് പോകാൻ വേണ്ടി ആ നേതാവ് തെരഞ്ഞെടുത്ത വഴി എന്നിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ നടത്തിയത് ആകാശമാകുന്ന എന്നിലൂടെയാണ്. അതുകൊണ്ട് ഭൂമി നിന്നെക്കാൾ മഹത്വം എനിക്കാണ്. ഭൂമി പറഞ്ഞു, സമ്മതിക്കില്ല, നിന്നെക്കാൾ മഹത്വം എനിക്കാണ്, ഭൂമിക്കാണ്. ഇസ്റാ മിഅ്റാജ് വന്ന ആ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നിലാണ്, മദീന ഭൂമിയിലാണ്. എല്ലാ ഇമാമുമാരും രേഖപ്പെടുത്തി, പരിശുദ്ധ മക്കത്തുൽ മുകറമക്ക് അല്ലാഹ് നൽകിയ ബഹുമാനം അല്ലാഹുവിന്റെ നേതാവ് ആ നാട്ടിൽ തുറന്നു വീണു എന്നതാണ്. എന്നാൽ അല്ലാഹുവിന്റെ കഅബാലയമില്ലേ, മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും സുജൂദ് ചെയ്യുമ്പോൾ, നിസ്കാരത്തിൽ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുമ്പോൾ, റബ്ബിലേക്ക് കരങ്ങൾ മലർത്തുമ്പോൾ, മുസ്ലിമീങ്ങളെ, ഇബാദത്തിന്റെ ദിശയായി ഖിബിലയായി തിരിഞ്ഞു നിൽക്കുന്ന കേന്ദ്രമല്ലേ അല്ലാഹുവിന്റെ ഭവനമാകുന്ന കഅബാലയം? സുബ്ഹാനല്ലാഹ്. ആ കഅബാലയം കാണാൻ പടച്ച റബ്ബ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തവണകളിൽ തൗഫീഖ് തരട്ടെ. അല്ലാഹു കഅബാലയത്തിലെത്താൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കത്തിൽ ആണെങ്കിലും ആമീൻ പറഞ്ഞാൽ, മലക്കൾ ആ ആമീന്റെ കൂടെ ആമീൻ പറഞ്ഞാൽ കഅബ കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച് കഅബാലയം ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ വരുമെന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി. അല്ലാഹുവിന്റെ ഹബീബ് എവിടെ? റഹ്മത്തുൽ ലിൽ ആലമീൻ എവിടെ? ഖാതിമുൻ നബിയീൻ എവിടെ? മാലാഖമാര് കഅബാലയത്തിന് പ്രത്യേകമായ ഡയറക്ഷൻ നൽകുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് കഅബാലയം നടന്നു വരുന്നു. കഅബാലയം പറയുന്നു, നബിയേ, ഞാൻ ഈ മഹ്ശറിൽ അന്വേഷിക്കുന്നത് എന്റെ അഹ്ലുകാരെയാണ്. എന്റെ അഹ്ലുകാരെവിടെ നബിയേ? നബി തങ്ങൾ ചോദിക്കുന്നു, എന്റെ കഅബ നിനക്ക് നിന്റെ അഹ്ലുകാരെ കിട്ടേണ്ട ആവശ്യം നബിയേ, എന്റെ സമീപത്ത് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് സമയം നീക്കിവെച്ച് ഒരുപാട് അധ്വാനം നടത്തിയിട്ട് ഒന്ന് എന്നെ കാണുകയും എന്നെ തവാഫ് ചെയ്യുകയും ചെയ്തവർക്ക് ശഫാഅത്ത് ചെയ്യാനാണ് നബിയേ.
മുത്തുനബി ചോദിക്കുകയാണ്, നീ ശഫാഅത്ത് ചെയ്യുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യേണ്ടതുണ്ടോ? കഅബാലയം പറയുന്നു, നബിയെ അങ്ങ് വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യൂല. പക്ഷേ ഞാൻ ശഫാഅത്ത് ചെയ്യുന്നവർക്ക് നബിയെ നിങ്ങൾ ശഫാഅത്ത് ചെയ്യേണ്ടതില്ല. നബിയെ എന്റെ അഹ്ലുകാരെ ഒന്ന് കാണിച്ചു തരൂ നബിയെ. കഅബാലയത്തിന്റെ ശഫാഅത്ത് കിട്ടണം, അല്ലാഹു അവിടം ചെന്ന് ഉംറ സിയാറത്ത് ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആ കഅബാലയം ഉള്ള മസ്ജിദുൽ ഹറാമിനേക്കാൾ ബഹുമാനം അല്ലാഹ് നൽകുന്നത് മസ്ജിദുൻ നബവിയുടെ ഓരത്ത് കിടക്കുന്ന ഹുജ്റത്തു ശരീഫക്കാണ്. അള്ളാന്റെ ഹബീബ് കിടക്കുന്ന മണ്ണിനാണ് കഅബാലയത്തിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം നൽകിയത്. കാരണം അള്ളാന്റെ ഹബീബായി അവിടുന്ന് അല്ലാഹു തെരഞ്ഞെടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉസ്താദെ 10 ലക്ഷല്ലേ മസ്ജിദുൽ ഹറാം ഒന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി 1 റക്അത്തിനുള്ള കൂലി മദീനത്തെ പള്ളിന്നോ 1000 അല്ലെങ്കിൽ 10,000 1 ലക്ഷം. അപ്പൊ കണക്കൊക്കെ എനിക്ക് നല്ലോണം അറിയാം. കൂലിയിൽ കഅബാലയത്തിനേക്കാൾ മസ്ജിദുൽ ഹറാമിനേക്കാൾ ഹദീസുകളിൽ താഴെയായി മദീനത്തെ മസ്ജിദുൻ നബവിയിലുള്ള നിസ്കാരത്തെ കാണാം. എന്നാൽ ബഹുമാനത്തിൽ, ആദരവിൽ, മഹത്വത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഹുജറക്കാണ് ഏറ്റവും വലിയ ബഹുമാനം പടച്ച റബ്ബ് നൽകിയത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിന്റെ മുമ്പിൽ ഒരു അഅറാബി വന്നിട്ട് പാടുകയാണ്, നബിയേ ഏറെ മഹത്വമുള്ള മണ്ണിലല്ലേ നിങ്ങൾ കിടക്കുന്നത്? നഫ്സി ഫീദാഉൽ ഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. എന്റെ ശരീരത്തെ അവിടുന്ന് കിടക്കുന്ന ഈ ഖബറു ശരീഫിന് ദണ്ഡമായി സമർപ്പിക്കുന്നു നബിയെ. എന്താണ് ഈ ഖബറു ശരീഫിന്റെ മഹത്വം? ഈ ഖബറു ശരീഫിലല്ലേ എന്റെ പാപം പൊറുക്കുന്ന നേതാവുള്ളത്. എനിക്ക് എല്ലാ ഔദാര്യങ്ങളും തരേണ്ട നേതാവുള്ളത്. എനിക്ക് എല്ലാ ആദരവും ബഹുമാനവും വാങ്ങിത്തരേണ്ട നേതാവും ഈ ഖബറിലല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറു ശരീഫിന്റെ മുമ്പിൽ വന്ന് പാടുകയാണ്. ആ അഅറാബി അങ്ങ് തിരിച്ചുപോയി. മുഹമ്മദുൽ അതബി തങ്ങൾ പറയുകയാണ്, ഞാൻ ഈ രംഗം ഇങ്ങനെ കാണുന്നുണ്ട്. മദീന പള്ളിയുടെ ചെരുവിൽ ചെന്ന് ഞാൻ അല്പം ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഓ മുഹമ്മദുൽ അതബി, ആ വന്ന് പാട്ടുപാടി തിരിച്ചുപോയ അഅറാബിയെ ചെന്ന് കാണണം. അദ്ദേഹത്തിന്റെ പാപങ്ങൾ പടച്ച റബ്ബ് പൊറുത്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നൽകണം. ഹബീബ് റബ്ബിൽ ആലമീൻ ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ചരിത്രത്തിൽ അള്ളാന്റെ ഹബീബിന്റെ സമീപത്ത് ചെന്നാൽ പാപം പൊറുക്കപ്പെടുമെന്ന് കാണാം നമുക്ക്. അതിന് ധാരാളം ചരിത്രങ്ങൾ നമുക്ക് ഉദാഹരിക്കാൻ സാധിക്കും. ഉമ്മമാരെ, സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പാപം റബ്ബ് നമുക്ക് പുറത്തു തരണമെങ്കിൽ അള്ളാന്റെ ഹബീബ് ആദ്യം നമുക്ക് പുറത്തു തരണം. അവിടുന്ന് സാങ്ഷൻ ചെയ്താലല്ലാതെ റബ്ബ് നമ്മുടെ തൗബ സ്വീകരിക്കൂല. ചില ആളുകൾ അശ്റഖ ബൈത്ത് ചെല്ലുമ്പോൾ കൈയിങ്ങനെ നീട്ടാൻ പാടുണ്ടോ എന്നതാണ് ചിന്തിക്കുന്നത്. എവിടുന്നാണ് ആ ചിന്ത വരുന്നത്? സുബ്ഹാനല്ലാഹ്. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു مثل حسنك ما رأينا قط يا وجه السرور. ഇത് പറയുമ്പോ എന്തിനാ കൈ